ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാനും അമ്മയും അനിയത്തിയും കൂടെ റേഷൻ കാർഡ് മസ്റ്ററിങ്ങിന് വേണ്ടി ഹരിപ്പാട് പോയപ്പോഴത്തെ കുട്ടി വീഡിയോ ആണ്. വളരെ സാഹസികം നിറഞ്ഞൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. ആദ്യം തന്നെ ഞാൻ റിലാക്സ് ചെയ്തൊരു കോഫിയാണ് കുടിക്കുന്നത്. എന്താണ് ഇത്ര റിലാക്സ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7:30 ട്രെയിൻ അങ്ങ് പോയേ. അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. 7:30ക്കുള്ള ട്രെയിന് 8 മണിക്ക് ഉറക്കം എഴുന്നേറ്റ് റെഡിയായ ആളാണ് ദോ അങ്ങേ അറ്റത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ആലുവയിൽ നിന്ന് ട്രെയിൻ കിട്ടത്തില്ലെന്ന് ഉറപ്പായി. അങ്ങനെ നമ്മൾ ടൗൺ ഹാളിൻ്റെ അടുത്തെങ്ങാനും ചെന്നിട്ട് ട്രെയിനിൽ കയറി പോവാം എന്നുള്ള രീതിയിൽ ആലുവയിൽ നിന്ന് ടൗൺ ഹാൾ വരെ ട്രെയിനിൽ പോയതുമല്ല. ആ കൊച്ചി ചക്കട പൊത്തുമെന്നും പറഞ്ഞ് തലയും കറങ്ങി താഴെ വീഴാൻ പോയി ഗൈസ്. പിന്നെ അമ്മ എങ്ങനെയൊക്കെയോ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് നമ്മൾ ടൗൺ ഹാളിൽ ഇറങ്ങിയിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ പൊറോട്ടയും കടലക്കറിയൊക്കെ ആയിരുന്നു, അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് വലിയ ആഴത്തെ ഓടി ചെന്ന് ട്രെയിനിന് ടിക്കറ്റ് ചോദിച്ച സമയത്ത് അവിടുന്ന് ട്രെയിൻ ജസ്റ്റ് മിസ്സായിട്ട് അങ്ങ് പോയി. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഓടി ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ സൗത്തിൽ ചെല്ല്, അപ്പോൾ നിങ്ങൾക്ക് ട്രെയിൻ കിട്ടുമായിരിക്കുമെന്ന്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് സൗത്തിലേക്ക് ചെന്നതുമല്ല, അവിടുന്ന് നമ്മുടെ കൺമുമ്പിൽ കൂടെ ആ ട്രെയിൻ അങ്ങ് പോയി. പിന്നെ അടുത്ത ട്രെയിൻ എപ്പോഴാണെന്ന് ചോദിച്ച സമയത്ത് അവർ 12 മണി എന്നാണ് പറഞ്ഞത്. അങ്ങനെ 10 മണി മുതൽ 12 മണി വരെ വെറുതെ അവിടെ ഇരുന്നു. അപ്പോഴും ഇഷ്ടംപോലെ സമയം ഉണ്ടായതുകൊണ്ട് നമ്മൾ മാസ്കൊക്കെ കുടിച്ചു. അങ്ങനെ നമ്മൾ ട്രെയിൻ വന്നു, സീറ്റൊക്കെ കിട്ടി. അപ്പം ഞാനൊരു കപ്പലണ്ടി മിഠായി കഴിക്കുകയാണ്. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ എൻ്റെ ഫ്രണ്ടിലെ 2 പല്ല് ആ കപ്പലണ്ടി മിഠായിയുടെ കൂടെ പോയതാണ് വിചാരിച്ചത്. അത്രയും കട്ടിയായിരുന്നു കേട്ടോ ആ സാധനം. അങ്ങനെ മിഠായിയൊക്കെ കഴിച്ച് നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് കായംകുളത്തെത്തി. അവിടുന്ന് പിന്നെ ഹരിപ്പാട് പോയിട്ടാണ് നമ്മൾ റേഷൻ കടയൊക്കെ മസ്റ്ററിങ് ചെയ്തത്. അങ്ങനെ തിരിച്ച് നമ്മളവിടെ എത്തി, തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത ബേക്കറി കയറിയിട്ട് 3 എഗ് പപ്സും ലൈം ജ്യൂസും പറഞ്ഞു. നല്ല അടിപൊളി ക്വാണ്ടിറ്റിയിലുള്ള ലൈം ജ്യൂസും നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി എഗ് പപ്സ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടേസ്റ്റി ആയിട്ട് ഒരു എഗ് പപ്സ് കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറിയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥ. പിന്നെ ദാണ്ട് ഇതുണ്ടായതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇതങ്ങോട്ട് തുറന്നത് എന്തൊരു കാറ്റായിരുന്നു അറിയാമോ ഗൈസ്. സത്യത്തിൽ ഞങ്ങൾ പറന്നു പോകാതെ ഞങ്ങളിങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു, അത്രയും കാറ്റായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറേ നേരത്തേക്ക് നമുക്ക് ചൂടേ എടുത്തില്ല, നല്ല കാറ്റ് ഇതിൽ നിന്ന് ഇങ്ങനെ വന്നതുകൊണ്ടേ. അപ്പോൾ പിന്നെ നമ്മളിത് 30 രൂപയ്ക്ക് മേടിച്ച സാധനമാണ്. അപ്പോൾ നോക്കുവാണ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. ഉണ്ട്, എന്തായാലും ഒരു 10 രൂപയുടെ സാധനമെങ്കിലും അവർ ഇത് ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കും അബദ്ധം പറ്റി, നിങ്ങളിങ്ങനെ അബദ്ധം പറ്റരുത്. പിന്നെ നിങ്ങൾക്ക് കാറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടെടുക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു 2-3 പാക്കറ്റ് വെച്ച് കഴിഞ്ഞ് ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂടെടുക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും. പിന്നെ നമ്മൾ ഗീ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ASMRൽ അങ്ങാണ്ട് കാണുന്ന കണ്ണുമുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണ്ണുമുട്ടായി അനിയത്തി മേടിച്ചു. അത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിനകത്തൊരു ചുമന്ന എന്തോ ഇരിക്കുന്നതായിരുന്നു. അതിങ്ങനെ ടേസ്റ്റ് നോക്കിയ സമയത്ത് എനിക്ക് സത്യത്തിൽ അത് ചുമയുടെ മരുന്നുണ്ടല്ലോ നമ്മൾ കൊച്ചിലെ കുടിക്കുന്നത്, അത് ജെല്ലിയാക്കി വെച്ചാണ് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ അവസാനം വീട്ടിലെത്തി. പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസും ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലെത്തി. അത്രയേ ഉള്ളൂ ഗൈസ്.